സല്യൂട്ട് സഹൃദയരെ. 2011 ഇലക്ഷന് ശേഷം UDF സർക്കാർ അധികാരത്തിൽ വരികയും ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയാവുകയും അദ്ദേഹം തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു. ആ സമയം ഞാൻ IG എറണാകുളം റേഞ്ച് ആയിരുന്നു. അവിടെ പോയിട്ട് കഷ്ടിച്ച് 3 മാസമേ ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം സാധാരണ എല്ലാ ഓഫീസേഴ്സും പോയി മുഖ്യമന്ത്രിമാരെ കോൾ ഓൺ ചെയ്യണം, പ്രത്യേകിച്ച് പുതിയ മുഖ്യമന്ത്രിമാരാകുമ്പോൾ. അങ്ങനെ ഞാനും സെക്രട്ടേറിയറ്റിൽ പോയി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ കോൾ ഓൺ ചെയ്തു. ഉമ്മൻചാണ്ടി സാറ് ഇഷ്ടപ്പെടുന്നത് 1000 ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ചുറ്റും നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന് ഈ പബ്ലിക് ആൾക്കാർ ഇങ്ങനെ ചുറ്റും ഉള്ളത് വലിയ ഇഷ്ടമാണ്. സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലുള്ള CMൻ്റെ റൂമിൽ കയറി ചെല്ലുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വലിയ മുറിയാണല്ലോ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്തോട്ട് പോവും, പിന്നെ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്തോട്ട് പോവും, പിന്നെ അങ്ങനെ നടന്നു കിടന്നാണ് നമ്മുടെ അടുത്ത് വരിക. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ എന്തുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ കുഴപ്പമൊന്നുമില്ല, എറണാകുളം നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ സാധാരണ ഓഫീസേഴ്സിനെ മാറ്റുമല്ലോ, അപ്പോൾ എന്നെ മാറ്റുന്നുണ്ടോ? ഞാനിവിടെ വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഒരു ഏതാനും മാസങ്ങൾക്കകം എനിക്ക് ADGP ആയിട്ട് പ്രൊമോഷൻ ഡ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയാൻ വേണ്ടിയും കൂടാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ശ്രീലേഖ മാറ്റുന്നില്ല, പ്രൊമോഷൻ വരെ അവിടെ തുടർന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി. പെട്ടെന്ന് ഇങ്ങനെ മാറ്റം വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ. ഫാമിലി തിരുവനന്തപുരത്താണ്. അപ്പോഴും തിരുവനന്തപുരത്ത് കിട്ടിയാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒന്ന് അറിയാമെന്ന് വിചാരിച്ചാണ് അദ്ദേഹത്തെ പോയി കണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ജനുവരി ആകുമ്പോഴേക്കും ഒരു 6 മാസം 7 മാസത്തിനകം എനിക്ക് പ്രൊമോഷൻ കിട്ടും. അപ്പോൾ ആ സമയത്ത് പോകാമെന്നുള്ള ധാരണയിൽ ഞാൻ വീണ്ടും എൻ്റെ ജോലിയിൽ വ്യാപൃതയായി. എറണാകുളം റേഞ്ച് പൊതുവേ നല്ല സമാധാനമായിട്ട് നടക്കുന്ന സമയമായിരുന്നു. 5 ജില്ലകളിലും വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇടുക്കി ജില്ലയിലുള്ള ഒരു കേസ് അത് കുറച്ച് മനസ്സിനൊരു വിഷമം ഉണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു. ഞാൻ എൻ്റെ സർവീസിൽ കുറ്റവാളികളെ കണ്ടിട്ടുണ്ട്. 14 വയസ്സിന് താഴെയുള്ളവർ, അവരെയാണല്ലോ നമ്മൾ കുട്ടികൾ എന്ന് പറയുക. നിയമം അനുസരിച്ച് 18 വയസ്സിന് താഴെയുള്ളവരെല്ലാവരും ജുവനൈൽസ് ആണെങ്കിൽ പോലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചാണ് അവരെ ഡീൽ ചെയ്യേണ്ടത് എന്നിരിക്കെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇതുപോലെ അതിക്രമം കാണിക്കുമ്പോൾ, ക്രൂരത കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ എന്നെ അതിശയിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 14 വയസ്സിന് താഴെയുള്ള ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതും ഒരു കുറ്റമായിട്ട് കണക്കാക്കിയാൽ ആത്മഹത്യ എന്ന് പറയുന്നത് എവിടുന്ന് അവർക്ക് ആ മനസ്സിൽ കൂടെ ഐഡിയ തോന്നുന്നു എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ചില കുട്ടികൾ ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കുന്നതും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നതും ചിലപ്പോൾ മോഷണം നടത്തുന്നതും ചിലപ്പോൾ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നതും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില കുട്ടികൾ ഇങ്ങനെ ഇതുപോലെ സൈക്കിള്, മറ്റ് ആട്, മൃഗങ്ങളെ മോഷ്ടിക്കുന്നതും ചിലപ്പോൾ പട്ടികളെ ഉപദ്രവിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്രൂരത കാണിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെയൊക്കെ നമുക്കൊരു പരിധി വരെ പിടിക്കുമ്പോൾ ഉപദേശിച്ച് ജയിലിലൊന്നും വിടാതെ, കേസൊന്നും വലുതായിട്ട് ആക്കാതെ അച്ഛനമ്മമാരെ വിളിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ വളർത്തണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടുന്ന താഴോട്ടുള്ള ആൾക്കാരുടെ ഇടയിലുള്ള കുട്ടികൾ, അവരെ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം കുട്ടികളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അവരിലാണ് കൂടുതലായിട്ട് കുറ്റവാസന കാണുന്നതെങ്കിൽ പോലും വലിയ വീട്ടിലുള്ള കുട്ടികളും ഇതുപോലെ കുറ്റവാസന കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ പിടിച്ചുപറി മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നതിന് സാമ്പത്തികമായിട്ടുള്ള വകതിരിവൊന്നുമില്ല. ഏത് സാമ്പത്തിക വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്. അവഗണിക്കപ്പെടുന്ന ഒരു കുട്ടിക്കാലം, ബാല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് അക്രമവാസന കൂടുതലായിരിക്കുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വേറൊരു കുറ്റവാളിയെ കണ്ടത് അച്ഛൻ തന്നെ കുറ്റവാളിയാക്കിയ ഒരു കുട്ടിയാണ്. സ്വന്തം പിതാവ് കള്ളനാണ്. അയാൾ ഈ കുട്ടിയെയും കൊണ്ട് മോഷ്ടിക്കാനായിട്ട് പല സ്ഥലങ്ങളിലും പോവും. തീരെ ചെറിയ കുട്ടിയാണ്, 10 വയസ്സിന് താഴെയുള്ളതാണ്, സൈസും വളരെ ചെറുതാണ്. അയാൾ കയറാൻ ഉദ്ദേശിക്കുന്ന വീടുകളും സ്ഥലങ്ങളും ഒക്കെ നോക്കി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും നേരത്തെ തന്നെ. ഇപ്പം മോനെയും കൊണ്ട് പോയിട്ട് അയാൾ മോന് കയറാൻ പാകത്തിനുള്ള ഒരു ചെറിയ സ്ഥലം എവിടെയെങ്കിലും ഉണ്ടാക്കിയിടും. എന്തെങ്കിലും ജനൽ പൊട്ടിച്ചിട്ടോ കമ്പി വളച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ മാൻ ഹോൾ ഉണ്ടാക്കിയിട്ടോ, അങ്ങനെയാണെങ്കിൽ അയാൾ കുട്ടിക്ക് കയറാൻ പറ്റുന്നത്ര ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി ആ കുട്ടിയെ കയറ്റിവിട്ട് അതിനെ കൊണ്ട് ഡോറ് തുടപ്പിച്ചിട്ടാണ് അകത്ത് കയറി ബാക്കി മോഷണം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഒരു കുറ്റവാളിയായിട്ടുള്ള കുട്ടിയെയും എനിക്കറിയാം. അത് സ്വന്തം പിതാവ് തന്നെ ചെയ്യുമ്പോൾ അത് വലിയ കഷ്ടമാണ്. അമ്മമാരും ഇതുപോലെ കുട്ടികളെ ഉപദ്രവിച്ച പല കാര്യങ്ങളും ചെയ്യിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മയക്കുമരുന്ന് വിൽപ്പന കുട്ടികളിലൂടെ ചെയ്യുന്നതും
കഞ്ചാവ് വിൽപ്പന, അതുപോലെ കള്ള് വിൽപ്പന, വാറ്റ് ചാരായം കുട്ടികളെ ഉപയോഗിച്ച് വിൽക്കുന്നതും അതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇടുക്കിയിലുണ്ടായ സംഭവം വളരെയധികം ഞെട്ടിപ്പിച്ചതായിരുന്നു. കാരണം ഈ കുട്ടി വെറും കുറ്റവാളിയല്ല, അതൊരു കൊലയാളിയും കൂടെയായിരുന്നു. വെറും 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊലയാളി. സംഭവം നടക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം, ഒരു പെൺകുട്ടിയുടെ മൃതദേഹം, 6 വയസ്സേ പ്രായമുള്ളൂ, ഒരു മരത്തിൻ്റെ പൊത്തിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച രീതിയിൽ കിട്ടുകയെന്ന്. മരം എന്ന് പറഞ്ഞാൽ വലിയൊരു മരമാണ്. മൂന്നാറിൽ നിന്ന് എനിക്ക് തോന്നുന്നു ആ മറയൂര് പോകുന്ന റൂട്ടിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വലിയൊരു മരത്തിൻ്റെ താഴെ സ്ഥലത്തുള്ള ഒരു പൊത്തിൻ്റെ അകത്ത് ഇങ്ങനെ തള്ളി കയറ്റി വെച്ചതുപോലെയാണ്, മടങ്ങി ഒടിഞ്ഞിരിക്കുന്ന രീതിയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടത്. അപ്പം അതിനെ പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ നല്ല ക്രൂരമായിട്ട് അതിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിന്റെ പുറത്ത് ഞങ്ങൾ കുറച്ച് കാര്യമായിട്ട് അന്വേഷിച്ചു. ഒരു ചായത്തോട്ടത്തിലെ തൊഴിലാളിയുടെ മോളാണ് ഈ കുട്ടി. ഇവര് അച്ഛനും അമ്മയും മലറി വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും രാവിലെ ജോലിക്ക് പോയി. കുട്ടി സ്കൂളിൽ നിന്ന് അങ്ങാണ്ട് തിരിച്ചു വന്ന് സാധാരണ ചെയ്യാറുള്ളത് അത് വീട്ടിൽ കയറി ഭക്ഷണം വെച്ചിട്ടുണ്ടാവും, അതൊക്കെ കഴിച്ചിട്ട് പോയി കളിക്കാനൊക്കെ പോയി തിരിച്ചു വന്ന് ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർ ജോലി കഴിഞ്ഞ് തിരിച്ചു വരും. അന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടിയെ കണ്ടില്ല. പിറ്റേ ദിവസം വരെ തെരച്ചിൽ നീണ്ടു, പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസ് പോയി പരിശോധിച്ചപ്പോഴാണ് അടുത്തുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്തെ മരത്തിന്റെ പൊത്തിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയത്. അതിനുശേഷം നമ്മൾ വളരെ വ്യാപകമായിട്ട് അവിടെയുള്ള എല്ലാ ആൾക്കാരെയും വെച്ച് അന്വേഷിച്ചു, എവിടെയൊക്കെയാണ് കുട്ടി അവസാനമായിട്ട് കണ്ടത് എന്ന് അന്വേഷിച്ചപ്പോൾ ഈ തലേ ദിവസം, കുഞ്ഞ് മരിച്ചതിൻ്റെ തലേ ദിവസം അത് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കുറേ കൂട്ടുകാരുമായിട്ട് കളിക്കാൻ പോയതാണ് അടുത്ത വീട്ടുകാരെല്ലാവരും കണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കൂട്ടുകാരെ കേന്ദ്രീകരിച്ച് നമ്മൾ അന്വേഷിച്ചു, ആരെങ്കിലും മുതിർന്നവർ സ്ഥലത്തുണ്ടായിരുന്നോ, അവരെ വന്ന് വിളിച്ചോണ്ട് പോയോ എന്ന് നോക്കിയപ്പോൾ ഈ കുട്ടിയും 9 വയസ്സായ ഇവരുടെ കൂടെ കളിച്ചിരുന്ന വേറൊരു ആൺകുട്ടിയും, അവർ തമ്മിൽ അടുത്തടുത്ത സുഹൃത്തുക്കളാണ്, അടുത്ത വീട്ടിൽ താമസിക്കുന്നതാണ്. ആ പയ്യനും ഒരു ഇതുപോലെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു ആളുടെ മോനാണ്, കുറേ മക്കളിൽ ഒരാളാണ്. അപ്പോൾ ഈ പയ്യനുമായിട്ട് ഈ കുട്ടി എങ്ങോട്ടോ ഇങ്ങനെ പോകുന്നത് പലരും കണ്ടു എന്ന്, കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ തന്നെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പയ്യനെ വിളിച്ച് ചോദിച്ചപ്പോൾ പയ്യൻ ആദ്യം ഒന്നും പറഞ്ഞില്ല, വലിയതായിട്ട് പരിഭ്രമിക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്തു. അവസാനം ഞങ്ങൾ നല്ലപോലെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു അവനാണ് ഈ കുഞ്ഞിനെ കൊന്നത് എന്ന് സമ്മതിച്ചു. കാരണം ഞങ്ങൾക്ക് ഈ മൃതദേഹത്തിൽ നിന്ന് കുറച്ച് ഹെയർ സാമ്പിൾസും അതുപോലെ കുട്ടിയുടെ കൈ പിടിച്ച് വലിച്ചതിൻ്റെ സാമ്പിൾസും കണ്ടായിരുന്നു. അതുപോലെ ഈ പയ്യൻ്റെ ദേഹത്തൊക്കെ ഈ മാന്തിയ പാടുകളുണ്ടായിരുന്നു, പിന്നെ ചില്ല ഒരഞ്ഞ പാടുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ശരീരത്തിൽ മുറിവുകളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും കുഞ്ഞിൻ്റെ മരിച്ച കുട്ടിയുടെ വിരലിൻ്റെ അടിയിൽ നിന്ന് ഈ പയ്യൻ്റെ ശരീരത്തിലെ ടിഷ്യൂ കാണുകയും മുടി കാണുകയൊക്കെ ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ കുട്ടി എങ്ങനെയെങ്കിലും ഇൻവോൾവ് ആണോ എന്ന്. പക്ഷേ ഇതിൻ്റെ കഥ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. പോലീസുകാരെ പോലും ഞെട്ടിച്ച രീതിയിലാണ് അത് പറഞ്ഞത്. ആ കുട്ടി പറഞ്ഞത്, ഞാനും ഈ പെൺകുട്ടിയും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആണ്. അപ്പം ഞങ്ങൾ അമ്മ കളിക്കും, ഇടയ്ക്കിടയ്ക്ക് വീട് കളിക്കുക എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരൊക്കെ ചെയ്യുന്നത് പോലെ കറി വെച്ച് പാത്രം വെച്ച് അച്ഛനും അമ്മയും ആവുകയും കുറേ കമ്പുകളും കഷ്ണങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് അത് കുഞ്ഞുങ്ങളാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഇങ്ങനെ ഒരു വീട് കളി അവർ രണ്ടുപേരും കൂടെ കുറച്ച് നാളായിട്ട് കുട്ടിക്കാലം മുതൽ കളിക്കുന്നതാണ്. ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പയ്യൻ കുറച്ച് മാറിപ്പോയി നിന്ന് അവർ വീട് കളിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ ഈ കുഞ്ഞ് മരിച്ചു പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വീട് കളിക്ക് വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ ചിരട്ട വെച്ചിട്ട് ഞങ്ങൾ ചോറുണ്ടാക്കി, ചട്ടി ഉണ്ടാക്കി, കല ഉണ്ടാക്കി ചോറ് വെച്ചു, അവൾ അത് ചെയ്തു. അപ്പം ഞാൻ അവളെ, എൻ്റെ അമ്മ ചെയ്യുമ്പോൾ ശരിയാവാത്തപ്പോൾ അച്ഛൻ അമ്മയെ അടിക്കുന്നത് പോലെ ഞാൻ അവളെ അടിച്ചു, വടി വെട്ടി അടിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളെ കെട്ടിയിട്ടു. സാധാരണ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്ന കാണാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുപോലെ ഉപദ്രവിക്കാൻ അവളുടെ ഉടുപ്പൊക്കെ മാറ്റി ഒരു ശ്രമം നടത്തി, അവളുടെ ദേഹത്തൊക്കെ കമ്പൊക്കെ കുത്തിക്കയറ്റി എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു വിവരണം കേട്ടപ്പോഴേ നമുക്കങ്ങ് വല്ലാതെ ഒരു അറപ്പ് പോലെ തോന്നും. ഈ പയ്യൻ ചെയ്തിരിക്കുന്നത് അവൻ്റെ വീട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും അതുപോലെ ഈ പെൺകുട്ടിയുടെ പുറത്ത് പ്രയോഗിച്ചു. അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയെ കാണിക്കുന്ന പല കാര്യങ്ങളും ഈ പെൺകുട്ടിയുടെ ഇത് എന്താ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അവനും അവൻ്റെ ചേട്ടനും അനിയനും എല്ലാവരും സഹോദരിമാരും ഒക്കെ കണ്ടിട്ടുണ്ട് അവൻ്റെ അച്ഛൻ എങ്ങനെയാണ് അവൻ്റെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. രാത്രി കാലങ്ങളിൽ അവർ ഒരു മറയും ഇല്ലാതെ നടത്തുന്ന സെക്സ് കണ്ടിട്ടുണ്ട്, അതുപോലെ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ട്, കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഈ പയ്യൻ വീട് കളിക്കുകയാണല്ലോ, അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിൽ നടക്കുന്നതെന്നുള്ള ധാരണയിൽ ഈ പെൺകുട്ടിയുടെ പുറത്ത് പ്രയോഗിക്കുകയും ഈ പെൺകുട്ടി അവസാനം ഞാൻ എല്ലാവരോടും പറയും, എനിക്ക് വേദനിക്കുന്നു, നീ അത് ചെയ്യണ്ട, നീ എന്നെ ഉപദ്രവിച്ചു, ഞാൻ പറയും നിന്നെ പോലീസ് പിടിക്കും, എൻ്റെ അച്ഛൻ വന്ന് നിന്നെ അടിക്കും എന്നൊക്കെയുള്ള പറച്ചിൽ കേട്ടപ്പോൾ അതിനെ എന്തോ
ചെയ്ത് ശ്വാസം മുട്ടിച്ചോ അല്ല കൊന്നതാണ്. കൊന്നിട്ട് അത് പൊത്തിനകത്തോട്ട് ഇങ്ങനെ കയറ്റി ഒളിപ്പിച്ച് വെച്ചു. അങ്ങനെ ചെയ്തതാണെന്നുള്ള ഒരു പറച്ചില്, കുറ്റസമ്മത മൊഴി ഈ കുട്ടി പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഞെട്ടിത്തരിച്ചിരുന്ന അതൊരു ഭയങ്കര സംഭവമായിരുന്നു അത്. ഈ കുട്ടിയെ നമ്മൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം, ജുവനൈൽ കോടതിയാണ്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ ദുർഗുണ പരിഹാര പാഠശാല, അതുപോലെ ഒരു സ്ഥലമുണ്ട് ബോയ്സ് ഹോം. അപ്പോൾ അവിടേക്ക് ശിക്ഷിച്ച് വിടുകയാണ് ചെയ്യുന്നത്. മാനസികമായിട്ട് എന്തെങ്കിലും ഈ കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു കൗൺസിലറിനെ വിളിച്ചു വരുത്തി കുറേ നേരം അവനുമായിട്ട് സംസാരിച്ചു. പക്ഷേ കൗൺസിലർ പറഞ്ഞത് അങ്ങനെ മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, കുട്ടി സ്കൂളിലൊന്നും വലിയ പ്രശ്നങ്ങളുള്ളതല്ല, മറ്റു കുട്ടികൾക്കൊന്നും പ്രശ്നമുള്ളതല്ല, വീട്ടിലും വളരെ മൈൽഡാണ്. പക്ഷെ അവനും ഇതുപോലെ അച്ഛൻ്റെ ഒരുപാട് ഉപദ്രവം ഏൽക്കുന്നുണ്ട്, അടി കൊള്ളുന്നുണ്ട്. ഈ അച്ഛനും അമ്മയും തോട്ടത്തൊഴിലാളികളായിട്ടുള്ള അച്ഛൻ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുന്നത് പോലെ തന്നെ മക്കളെയും ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്. അമ്മയ്ക്കും ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ മക്കളെ എടുത്തിട്ട് തല്ലാറുണ്ട്. അപ്പോൾ ഈ വയലൻസിൽ വളർന്ന കുട്ടിയാണ്, അതുകൊണ്ടുണ്ടായ ഒരു സ്വഭാവ ദൂഷ്യമല്ലാതെ വേറൊന്നും ഈ കുട്ടിയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഈ കുട്ടിയെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമോ എന്ന് നമുക്ക് തോന്നാം. ഒരു കുഞ്ഞ് ഇതുപോലെ പ്രവർത്തിക്കുമോ, ഒരു പ്രായപൂർത്തിയാവാത്ത കുട്ടി വേറൊരു കുട്ടിയെ കൊല്ലുവോ എന്നൊക്കെ തോന്നാം. ഇങ്ങനെ ഇതുപോലെ പലതും ഒക്കെ സംഭവിക്കും. കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലില്ലാത്ത, നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളും ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ ജയിലിൽ DGP ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ കുറ്റം ചെയ്തിട്ടുള്ള പല യുവാക്കളെയും ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സംസാരിക്കും അവരുടെ കൂടെ. എന്തുകൊണ്ടാണ് നീ ഈ കുറ്റം ചെയ്തത്, എന്തുകൊണ്ടാണ് നീ ഒരാളെ കൊന്നത്, എന്തിനാണ് നീ അങ്ങനെ ഇത്രയും ക്രൂരത കാണിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരുടെ കുട്ടികൾ പറയുന്നത് കേൾക്കുമ്പോൾ കുട്ടിക്കാലത്തുണ്ടാകുന്ന ചില അനുഭവങ്ങൾ വളരെ അഗാധമായ മുറിവുകൾ അവരുടെ മനസ്സിലുണ്ടാക്കുന്നു. ഉപദ്രവിക്കുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ, അതായത് കുഞ്ഞിനെ നല്ലപോലെ തല്ലുന്ന അച്ഛനമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് കുട്ടിക്കാലം മുതൽ ആ ഒരു വയലൻസ് അവരുടെ സ്വഭാവത്തിൽ പ്രകടമാകും. ഇവരത് ആദ്യം പ്രയോഗിക്കുക നിർജീവമായിട്ടുള്ള വസ്തുക്കളിലായിരിക്കും. മരങ്ങളുടെ പുറത്തൊക്കെ അടിക്കുകയും മതിലിൽ അടിക്കുകയും അതുപോലെ പല കട്ടകളിൽ അടിക്കുകയൊക്കെ ചെയ്തും. പിന്നെ പതുക്കെ പതുക്കെ അത് മൃഗങ്ങളിലേക്ക് മാറും. മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും ഒരു ഹരമായിട്ട് മാറും. അതിനുശേഷമാണ് പിന്നീട് പതുക്കെ പതുക്കെ മനുഷ്യരിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ അറവുശാലകളിൽ ചെറിയ പ്രായത്തിൽ തന്നെ പോയിട്ടുള്ള കുട്ടികൾക്ക് രക്തത്തോടുള്ള ഒരു ആസക്തി വരുന്നത് കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വെട്ടിക്കും. ആടുകളെയും ഒക്കെ കത്തി കൊടുത്തിട്ട് കുഞ്ഞു വെട്ടാൻ പറയും. ചെറിയ കുട്ടികൾ, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വെട്ടും. അപ്പോൾ അവർ വളരെ അറപ്പോടെയാണ് ആദ്യം ചെയ്യുന്നത്. കാരണം ദ്രോഹം ചെയ്യാൻ പൊതുവേ ആർക്കും ഇഷ്ടമില്ല, മറ്റുള്ളവരുടെ വേദന കാണാൻ പൊതുവേ ആർക്കും ഇഷ്ടമില്ല. പക്ഷെ അത് അവരെ ശീലിപ്പിച്ചെടുപ്പിക്കും, എങ്ങനെയെങ്കിലും ശീലം ഉണ്ടാക്കി കൊടുക്കും. ഭാവിയിൽ നീ ഈ ജോലി ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ തീവ്രവാദ സംഘടന ചേരേണ്ടതാണെന്ന് പറഞ്ഞിട്ടോ, പല രീതിയിലും ഈ രക്തത്തോടുള്ള അറപ്പ് മാറാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടെങ്കിൽ, വളരെ ചെറിയ പ്രായത്തിൽ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു അവരുടെ ആ മനസ്സിൻ്റെ ഉള്ളിലാത്ത അവബോധ മനസ്സിൽ ഇങ്ങനെ വളരെ ആഴത്തിൽ ആ ഒരു ചിന്ത ഇങ്ങനെ വീണ് കിടക്കും. പിന്നെ അത് ഭാവിയിൽ എപ്പോഴെങ്കിലും അത് പൊങ്ങി വരികയും അത് അവരിൽ വയലൻ്റ് ആവുന്ന ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പല വീടുകളിലും ഇതുപോലെ ഭാര്യമാരെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ, അടിക്കുകയും ഇടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിലും ഞാൻ അവരോടും പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്നുള്ളത്. കുട്ടിക്കാലം വളരെയധികം ദുരന്തം അനുഭവിക്കുന്ന കുട്ടികൾ പലപ്പോഴും വയലന്റ് ടെൻഡൻസി കാണിക്കാറുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വലിയ മെസ്സേജും കൂടെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്. ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കരുതുക, അവരെ നല്ല രീതിയിൽ വളർത്തുക, അവരെ യാതൊരു തരത്തിലും ശാരീരികമായിട്ട് ഉപദ്രവിക്കാതിരിക്കുക. മാനസികമായിട്ട് ഉപദ്രവിക്കരുത്, അതും തെറ്റാണ് എന്നേ ഞാൻ പറയുകയുള്ളൂ. പക്ഷേ ചില കുസൃതികളുണ്ടല്ലോ, അടക്കാൻ പറ്റാത്ത കുസൃതി കാണിക്കുന്ന, വികൃതതരങ്ങൾ കാണിക്കുന്ന കുട്ടികളുണ്ടാവും. അതുപോലുള്ള കുട്ടികളെ നമുക്ക് വഴക്ക് പറയാം. ചിലപ്പോൾ ചില ഭക്ഷണം നമുക്ക് പറയാം, ഇത്ര ദിവസത്തേക്ക് നിങ്ങൾക്ക് തരില്ല എന്ന് പറയാം, കളിക്കാൻ വിടില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഇവിടെ അനങ്ങാതിരുന്നോണം, മൂലയിൽ അനങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം തരില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും പറയണം, ചോക്ലേറ്റ് വാങ്ങി തരില്ല എന്ന് പറയണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ നിബന്ധനകൾ കൊടുത്തു കഴിഞ്ഞാൽ മാനസികമായിട്ട് അവരെ തിരുത്താനുള്ള വഴികൾ നമ്മൾ നോക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരെ അടിക്കുക, വടി വെച്ച് അടിക്കുക, ശരീരത്തിൽ നുള്ളുക, പിച്ചുക, ഇരുട്ട് മുറിയിൽ പൂട്ടിയിടുക, അതുപോലെ ഭയങ്കരമായിട്ട് പിടിച്ച് കുലുക്കുക, അങ്ങനെയൊക്കെയുള്ള മുടി പിടിച്ച് വലിക്കുക, അങ്ങനെയുള്ള ചിലരൊക്കെ കത്തിയൊക്കെ വെച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. കുട്ടികൾ ഹോംവർക്ക് ചെയ്യാത്തപ്പോൾ അടിക്കുക. ഇതൊക്കെ വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഭാവി എന്ന് പറയുന്നത്
അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവരാണ് നമ്മുടെ ഭാവിയിൽ എങ്ങനെ സമൂഹം ഇരിക്കണമെന്ന് തീരുമാനിക്കേണ്ടവർ. അപ്പോൾ അവരെ കൊണ്ട് ഇതുപോലെ ക്രൂരത കാണിപ്പിച്ചാൽ, ചെറുപ്പകാലം മുതൽ അവരിൽ ക്രൂരത പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അവരെന്തായാലും ഈ ക്രൂരത മറ്റുള്ളവരിൽ പ്രയോഗിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ദേവിയെ നമ്മുടെ കുട്ടി കുറ്റവാളികളെ നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ചെറിയ രീതിയിൽ ക്രൂരത മൃഗങ്ങളോടോ എന്തിനോടെങ്കിലും കാണിക്കുന്നവർ ചിലപ്പോൾ അച്ഛനമ്മമാർ ചെയ്യുന്നത് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും. അച്ഛനും അമ്മയും ഇതുപോലെ മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്നത് കണ്ട് വളരുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരും അത് കാണിക്കും. പട്ടികളെ കല്ലെറിയുന്ന അച്ഛൻ ഉണ്ടെങ്കിൽ ആ കുട്ടിയും ചെറുപ്പം മുതൽ പട്ടികളെ കല്ലെറിഞ്ഞ് തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി മാറ്റിയേ മതിയാവും. നമ്മൾ മറ്റ് ജീവജാലങ്ങളെയും നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ പ്രത്യേകിച്ചും ദയോടുകൂടിയും സ്നേഹത്തോടും കരുണയോടും കൂടിയും കാണാനായിട്ട് പഠിപ്പിച്ച് വേണം കുട്ടികളെ വളർത്താൻ. കളിക്കാൻ പോയ 2 കുട്ടികളുടെ ഇടയിലുള്ള ഒരു കുട്ടിക്ക് ജീവാപായം വരിക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് നമ്മുടെ ഇടയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ദേവിയെ ഇത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംഭവ വിവരണം നിർത്തുകയാണ്. സസ്നേഹം, ശ്രീലേഖ.